TP ചന്ദ്രശേഖരൻ കേസ് പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി. പ്രതികളുടെ പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ ലിസ്റ്റാണ് ഇതെന്നും കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിക്കുമെന്നും ബൽറാം കുമാർ ഉപാധ്യായ. ശിക്ഷാ ഇളവിന് സർക്കാർ നീക്കമെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം. ആസാദി കാ അമൃത് മഹോത്സവ് 75 വർഷം നമ്മുടെ ആസാദിയിലെ ആവുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മുടെ അങ്ങനെ പോലെ ഒരു ശിക്ഷയിലേക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു റിമിഷൻ കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ഈ TP കേസിലെ പ്രതികൾ ആ ലിസ്റ്റിലുണ്ടോ സാർ? ഇല്ല, ഒന്നും ആലോചിക്കണില്ല. അല്ല, ആ ലിസ്റ്റിൽ ആ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതില് നമ്മുടെ കഴിഞ്ഞ വർഷം ഇത് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. 10 വർഷം പൂർത്തിയായ ആൾക്കാരിന് അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് എടുത്താണ്ട് 10 വർഷം പൂർത്തിയായ ആൾക്കാരുടെ ലിസ്റ്റിന് പോലീസ് പ്രിസൺ ഹെഡ് ക്വാർട്ടർ ഗവൺമെന്റ് ചെല്ലാല് ഏതെങ്കിലും ഒരു ആലോചന ചെയ്യണം. അങ്ങനെ ഒരു നിർബന്ധമില്ലായിരുന്നു. ആലോചന ആ സമയം കഴിഞ്ഞ വർഷം ഇത് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു 10 വർഷം പൂർത്തിയായ ആൾക്കാർക്ക്. അതാ ഞാൻ പറയുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ലിസ്റ്റാണ്. ഈ ഉത്തരവ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം 75 വർഷം നമ്മുടെ ആസാദിയിലെ അമൃത് മഹോത്സവം ഉണ്ടാക്കുമ്പോൾ ഇത് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ 2024 ഫെബ്രുവരി മാർച്ചിലാണ് ഹൈക്കോടതിയിൽ ഉത്തരവ് വന്നു. അതെ, അതിനുശേഷം നമുക്ക് ഇവർക്ക് ഇടുന്നില്ല. സൂപ്രണ്ടന്റ് ഏതെങ്കിലും പഴയ ലിസ്റ്റ് അങ്ങനെ കമ്മീഷണർക്ക് അയച്ചു. അത് അവർക്ക് ഭാഗം ശ്രദ്ധ ഉണ്ടാവില്ല. അതാണ് ഞാൻ അവർക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ ഒഴിവാക്കും അല്ലേ? അത് പിന്നെ തീർച്ചയായും. ഓക്കെ സാർ, ഓക്കെ സാറിന്റെ അടുത്ത് ഈ ലിസ്റ്റ് വന്നിട്ടില്ലല്ലോ. അത് പഴയ അവിടെ ഒന്നും ശ്രദ്ധിക്കാതെ ലിസ്റ്റ് തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി ലിസ്റ്റ് തന്നെ കട്ടിങ് മിക്കവാറും അങ്ങനെ സൂപ്രണ്ട് അയച്ചിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലനേഷൻ അവർക്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെ സംഭവിച്ചു ഇത്. ആരോടാണ് സാർ എക്സ്പ്ലനേഷൻ ചോദിക്കുക? സൂപ്രണ്ടന്റ് കണ്ണൂരിൽ നിന്നുമാണ്. അവിടെ പഴയ ലിസ്റ്റ് അയച്ചു. അവിടെ പഴയ വർഷത്തിലെ ലിസ്റ്റിലെ ശേഷം ചില സ്ഥലങ്ങളിൽ കൂടുതൽ ഉത്തരവ് വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ വിരുദ്ധമായി വേലപ്പടി വന്നിട്ട് അവർക്ക് പേര് ഒഴിവാക്കണ്ടേ? ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ചെയ്യാതെ പഴയ ലിസ്റ്റ് തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അത് ചെറിയ റുട്ടീൻ പോലെ ആയിപ്പോയി. അതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭാഗം നിന്നോ അങ്ങനെ ഒന്നുമില്ല. റിനു ശ്രീധറാണ് ഇപ്പോൾ ജയിൽ DGPയോട് സംസാരിച്ചത്. TP കേസ് പ്രതികളുടെ പേര് ഈ ഇളവ് നൽകാനുള്ള 56 പേരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. റിനു ശ്രീധർ, വെൽ ഡൺ. നമ്മൾ കൊണ്ടുവന്ന വാർത്തയിൽ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ആസാദി കാ അമൃത് മഹോത്സവ് 2022 to 2023 ആ കാലയളവിൽ കൊടുക്കേണ്ട പട്ടിക. അതിനുശേഷം TP കേസിൽ വിധി വന്നു. ഹൈക്കോടതി ഒരു തരത്തിലുള്ള ഇളവും കൊടുക്കരുതെന്ന് പറഞ്ഞതിന് ശേഷവും അതേ പട്ടിക എടുത്ത് കൊടുക്കണമെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമായി സംഭവിച്ച ഒന്നാകാൻ ഒരു വഴിയുമില്ലല്ലോ റിനു ശ്രീധർ. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ജയിൽ DGP നൽകുന്ന ഉറപ്പെന്താണ്? തീർച്ചയായും സുജയ, അസാധാരണമായ ഒരു സംഭവമായി ഇത് കാണാൻ കഴിയില്ലെങ്കിൽ പോലും കൃത്യമായ നടപടി ഉണ്ടാകുമെന്നത് അടക്കമാണ് ജയിൽ DGP പറഞ്ഞു വെക്കുന്നത്. കാരണം ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിൽ 10 വർഷത്തിന് തികഞ്ഞ ചില ജയിൽ പുള്ളികളുടെ പേരുകൾ ലിസ്റ്റ് തയ്യാറാക്കിയത്. 2024 ജനുവരിയോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് TP കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. പക്ഷേ അതിനുശേഷവും ഇത്തരത്തിൽ ഈ ലിസ്റ്റ് തന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയത് എന്തിനാണ് എന്നതടക്കം അന്വേഷിക്കും. ഒപ്പം TP കേസ് പ്രതികളെ ഒരു കാരണവശാലും പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ നടത്തില്ല എന്നതടക്കം അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് ഉള്ളൊരു ഇടപെടലായിരിക്കാം ഇത് എന്നുള്ളത് കൃത്യമായി തന്നെ പ്രതികരണങ്ങൾ ഉയർന്നു വരുമ്പോഴും ജയിൽ DGP ഉറപ്പിച്ചു പറയുന്നു ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടക്കില്ല, അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളതാണ്. TP വധക്കേസിലെ പ്രതികളെ ഒരു കാരണവശാലും പുറത്തുവിടാൻ വേണ്ടി അനുവദിക്കില്ല. അവരുടെ പേര് ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് ഈ ലിസ്റ്റ് കമ്മീഷണർമാർക്ക് നൽകിയ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് കൃത്യമായി തന്നെ വിശദീകരണം ചോദിക്കുമെന്നും ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു വെക്കുന്നുണ്ട്. സുജ, റിനു ശ്രീധർ, ആസാദി കാ അമൃത് മഹോത്സവ് 2023 ഓഗസ്റ്റ് 15 അവസാനിച്ചു കഴിഞ്ഞു. അതിനും എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഈ പട്ടിക ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയില്ല എന്നുള്ള വാദം ഒരു തരത്തിലും നിലനിൽക്കില്ലല്ലോ റിനു. പിന്നെ എങ്ങനെയാണ് അപ്പോൾ ജയിൽ സൂപ്രണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരുടെ പേരുകൾ, അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പേരുകൾ ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി? റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ടു. വിഷയം ചർച്ചയായി. KK രമയുടെ വീട്ടിലേക്കടക്കം ഈ ഇരകളുടെ ബന്ധുക്കളെ, അതുപോലെ തന്നെ പ്രതികളായ രുടെ നാട്ടുകാരെ, അവരെയൊക്കെ ഈ പ്രതികളെ കുറിച്ചും ഇവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്നതിന് മുൻപും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഫോൺ കോൾ അല്ലെങ്കിൽ വിവരം തേടൽ തന്റെ അടുത്തും വന്നു എന്ന് KK രമ കൂടി നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരിച്ച ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മുഖം രക്ഷിക്കാനായി ആ പഴയ സർക്കുലർ ആയിരിക്കാം എന്ന് പറയുന്നതുമായി കൂടെ അറിഞ്ഞു.
തീർച്ചയായും. പക്ഷേ അതിലൊരു അന്വേഷണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ജയിൽ DGP പറഞ്ഞു വെക്കുന്നത്. ആ അന്വേഷണം കൃത്യമായി നടത്തും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കം അദ്ദേഹം പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു അട്ടിമറി സാധ്യത ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ നടക്കില്ല ഇത് എന്നുള്ളതാണ്. ഒരു പോലീസ് സംവിധാനം മുഴുവൻ വിചാരിച്ചാലും സർക്കാർ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു ഇളവ് അനുവദിക്കുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണെന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഇത്രയും വിവാദമായിട്ടുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് അവർക്കൊരു ഇളവ് നൽകി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ജയിൽ വകുപ്പിന് കഴിയില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് അടക്കം വിശദീകരണം ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം പ്രത്യേകമായി തന്നെ ജയിൽ DGP അന്വേഷണം നടത്തുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ പ്രതികളെ പുറത്തുവിടുവാനുള്ള ഒരു ഇടപെടൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ആഭ്യന്തര വകുപ്പും കൃത്യമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. സുജയ. റിനു ശ്രീധർ, ഇക്കാര്യത്തിൽ ജയിൽ DGP ശിക്ഷാ ഇളവ് ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ സംഭാഷണം ഒന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ജയിൽ DGP പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ 56 പേരുടെ പട്ടിക എന്നത് 53 ചുരുങ്ങും എന്ന് തന്നെയല്ലേ? അതോ ആകെയുള്ള പട്ടികയിൽ ഒരു പുനഃപരിശോധന അങ്ങനെയും ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ പട്ടിക ആയതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു പട്ടികയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ സർക്കാരുമായി ആലോചിച്ചിട്ടായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും TP കേസ് പ്രതികളിൽ ഇളവ് നൽകാൻ തീരുമാനിച്ച 3 പേരുടെയും പേര് ഒഴിവാക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ലിസ്റ്റിൻ്റെ കാര്യവും അദ്ദേഹം പറയുന്നത് അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അത് സർക്കാരുമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ ഒരു പട്ടികയാണ്. അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, ഇളവുകൾ നൽകിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ലിസ്റ്റ് പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സുജയ. ഓക്കെ, ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായുള്ള ശിക്ഷാ ഇളവ് എന്ന് പറയുമ്പോൾ ആ ശിക്ഷാ ഇളവ് ആർക്കാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ കുറ്റവാളികൾക്ക്, ആയിരക്കണക്കിന് സ്ത്രീകൾക്ക്, അങ്ങനെയുള്ള ജയിലുകളിലെ പെരുമാറ്റത്തിന് വിധേയമായി ശിക്ഷാ കാലാവധി ഘട്ടം ഘട്ടമായി ഇളവ് നൽകുന്നതിനായിരുന്നു. അതിൽ 60 വയസ്സിന് മുകളിലുള്ള പുരുഷ തടവുകാർ, മൊത്തം ശിക്ഷയുടെ പകുതിയിലധികം പൂർത്തിയാക്കിയ ശാരീരിക വൈകല്യമുള്ള പ്രതികൾ, അങ്ങനെയുള്ള പല ഘടകങ്ങളും അതിലുണ്ടായിരുന്നു. അതൊക്കെ പരിഗണിച്ചിട്ടുള്ള പട്ടികയിലും ഇവർ ഉൾപ്പെട്ടിരുന്നു എന്നാണോ ജയിൽ മേധാവി പറഞ്ഞതിലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കും അതിന്റെ വിശദാംശങ്ങളിലേക്കും പോകാം.